നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കപ്പ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടു. വിചാരിച്ച പോലെയൊക്കെ വിചാരിച്ച പോലെ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ്തെറ്റിക്സ് ബൈ കാവ്യ. അപ്പോൾ ഇന്നത്തെ ബ്രൈഡ് അഫീഫയാണ്. അപ്പോൾ അവളുടെ നിക്കാഹാണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി ലേറ്റായിട്ടാണ്, ഒരു ഹാഫ് ആൻ അവർ ലേറ്റായിട്ടാണ് അവൾ എത്തിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ടും പോയി. അപ്പോൾ അങ്ങനെ സമയം പോയി. നമ്മളൊരു 2 മണിക്കൂർ ഏകദേശം ലേറ്റായിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് വിചാരിച്ചതിരിക്കുമ്പോൾ. സോ ഞാൻ എപ്പോഴും ടൈം ഇച്ചിരി കയറ്റിയാണ് ബ്രൈഡ്സിനോട് പറയാറ്. എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ലല്ലോ എന്താ സംഭവം. സോ നമ്മളെപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് പറയാറ്. എന്നാൽ നമ്മൾ കുറച്ചധികം വൈകി പോയി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കറണ്ട് കട്ട്, പിന്നെ ആളൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കറണ്ടൊക്കെ സെറ്റായത്. ഓൾറെഡി ചൂടാണ് റൂമിൽ. അപ്പോൾ നമ്മൾ കറണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിങ് തുടങ്ങുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി കറണ്ടിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേറെ വഴിയില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇൻവെർട്ടറിലും സെറ്റായില്ല. അങ്ങനെ ഐ തിങ്ക് ഹൈ വോൾട്ടേജ് വരുമ്പോൾ ചിലയിടത്ത് ഇങ്ങനത്തെ ആക്ച്വലി പ്രോബ്ലംസ് വരാറുണ്ട്. കമ്മിങ് ബ്രൈഡ്സ് ഒരു ജനറേറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതാണെങ്കിൽ ഇതിനായിട്ടുള്ള നേരത്തെ ഒരു പ്രിക്കോഷനൊക്കെ എടുത്ത് വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യുക. എത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ടൈം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സും ടൈം പറഞ്ഞിട്ട് അവരും വരും, അതിനുള്ളിൽ തീർക്കും വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫോണിലും ഇതിലും നോക്കിയ വെളുപ്പ്. എന്തായാലും ഇത് എങ്ങനെ സെർച്ച് ചെയ്യാം? ഇത് മാറ്റണം, ഹെയർ ചെയ്യണം. ഞങ്ങളുടെ എന്തിനെ പോലെ ആരെ പോലെയാന്ന് പറയൂ. നല്ല പരിചയമില്ലേ? ഇപ്പോ നിലവിൽ കുറെ ട്രോളൊക്കെ കിട്ടുന്ന ഒരാളാണ്. ബിഗ് ബോസിലൊരാളാണ്. ബിഗ് ബോസ് കാണാറില്ലല്ലേ? ന്യൂജൻ ആൾക്കാരെ വിളിക്ക്, ന്യൂജനെ വിളിക്ക്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഫീനെ കാണാനായിട്ട് വേറെ ആരെ പോലെ തോന്നി. ആരെ കണ്ടുപരിച്ചുള്ള ചായ പിന്നെ ആലോചിച്ച് കിട്ടിയതാണ് ജാസ്മിൻ. ബിഗ് ബോസിൽ ജാസ്മിൻ്റെ ചായ പോലെ തോന്നി. നിങ്ങൾക്ക് തോന്നിയൊന്ന് നിങ്ങൾ കമൻറ്റ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? വിചാരിച്ച പോലെയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് തട്ടം കുത്തിയത്. നമ്മൾ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തട്ടം ഈ പൊസിഷൻ ഓക്കെ ആണോ. അപ്പോൾ അവൾ ഓക്കെ ആണ്, അവൾക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി. അപ്പം മുടി അതിനനുസരിച്ച് സെറ്റായിട്ടിരുന്നു. അവൾ ലാസ്റ്റ് ടൈം ഹെയർ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നല്ലോണം കട്ടിങ് ആയിരുന്നു. ബാക്കിലേക്ക് നമുക്ക് ഹെയർ പിന്നെ ചെയ്യാനായിട്ട് സ്ലൈഡ് കുത്താനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവർ വന്നങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ കയറ്റി കൊടുക്കാം. അവൾ കുറേ പറഞ്ഞ് നോക്കി ഇങ്ങനെ ഇരിക്കാനും പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറേ നോക്കി ഇഷ്യൂ ഓക്കെ കുഴപ്പമില്ല, ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ തട്ടം കയറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ലുക്ക് അങ്ങടെ പോയി മാറിപ്പോയി. ഫ്രണ്ടിലത്തെ ഹെയറിൻ്റെ തട്ടത്തിനാണെങ്കിൽ നല്ല വെയിറ്റ് വേണം. അപ്പോൾ ലാസ്റ്റ് ടൈം അവിടെ പോകാൻ സമയമായി, നമുക്ക് തട്ടം മാറ്റണം. അങ്ങനെ കുറച്ച് ഹറിബറി ആയിട്ടുണ്ടായിരുന്നു. തട്ടം കയറ്റി കൊടുത്തു. എന്താ പറയുക, ലുക്കൊക്കെ ചേഞ്ചായി. എനിക്ക് ഫസ്റ്റത്തെ ലുക്കായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം നമ്മൾ നല്ല രസത്തിലൊക്കെ ഹമ്പൊക്കെ ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഇത് വന്നോടുകൂടി അതൊക്കെ ചേഞ്ച് ആയിപ്പോയി. ആദ്യമേ നമ്മൾ കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഹെയർ സെറ്റ് ചെയ്യായിരുന്നു. സോ അപ്കമിങ് ബ്രൈഡ്സ് എല്ലാം അതൊക്കെ ശ്രദ്ധിക്കുക. ഹെയർ അത് മീൻസ് മുസ്ലിം ബ്രൈഡ്സ് തട്ടം കയറ്റി കുത്തേണ്ടവരും ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല വീട്ടിൽ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.